ഹജ്ജ് കഴിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലുള്ള മുഅ്മിനീങ്ങൾ കഅബയോട് വദാഇന്റെ ത്വവാഫും ചൊല്ലി വിടവാങ്ങി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അല്ലാഹു അവരുടെയൊക്കെ ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. നമുക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജ് ഉംറ സിയാറ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരിക്കൽ ഒരു ഹജ്ജ് കഴിഞ്ഞ് ഹറം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ. ആ അവസരത്തിൽ മഹാനവർകൾക്ക് ഉറക്കം വന്നു, പള്ളിയിൽ കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നതായി സ്വപ്നം കാണും. ആ മലക്കുകൾക്കിടയിൽ സംസാരമാണ്. കം ഹജ്ജ മിനൻ നാസി ഹാദൽ ആം, ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് നിർവഹിച്ചത്? വന്ന മലക്കിൽ നിന്ന് രണ്ടാമത്തെ മലക്ക് പറഞ്ഞു 600,000 ലക്ഷം ആളുകൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഫകം ഖുബില ഹജ്ജുഹും, എത്ര ആളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു? ലം യഖ്ബൽ ഹജ്ജു അഹദി മിൻഹും, ആരെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ലാകിൻ റജുലുൻ ബിദിമഷ്ക യഖ്സിഫു നഅല ഇസ്മുഹു മുവഫഖ് ലം യഅതിൽ ഹജ്ജ വലാകിൻ ഖുബില ഹജ്ജുഹു വബിബറകതി ഹജ്ജിഹി ഖുബില ഹജ്ജുൽ കുൽ. ഈ 6 ലക്ഷം വരുന്ന ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഹജ്ജിന് വരാത്ത ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. അയാൾ ഹജ്ജിന് വന്നിട്ടില്ല. ആ മനുഷ്യൻ അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം നൽകി. ഈ വർഷത്തെ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നൽകിയത് കാരണം അദ്ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് 6 ലക്ഷം ആളുകളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. വല്ലാത്തൊരു സ്വപ്നമായി പോയി. ഇത് വലിയ അത്ഭുതം ഉണ്ടാക്കി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്നുണർന്നു, അസ്വസ്ഥനായി. തന്റെ നാട്ടിലേക്ക് തിരിക്കുന്നതിന് പകരം മഹാനവർകൾ ഡമസ്കസിലേക്കാണെന്ന് യാത്ര പോയത്. ഡമസ്കസിലെത്തി നാടുനീളെ തെരഞ്ഞു. അവസാനം ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യൻ ഈ നാട്ടിലുണ്ട് എന്നറിഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, മുവഫഖ്, എന്റെ പേര് മുവഫഖ് എന്നാണ്. തേടി വള്ളി കാലിൽ ചുറ്റി, സത്യം തന്നെയാണ്, അദ്ദേഹത്തെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞല്ലോ. മഹാനവർകൾ ആശ്വസിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യോ ഖൈരിൻ ഖറജ മിൻക ഹത്താ വജദത ഹാദിഹി ദറജ, താൻ കണ്ട സ്വപ്നം വിവരിച്ചു കൊടുത്തു. എങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലാഹു ഇത്രമാത്രം വലിയ ദർജ നൽകിയത്? എനിക്കൊന്ന് പറഞ്ഞു തരണം. അതന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹജ്ജ് കഴിഞ്ഞ് നേരെ എന്റെ നാട്ടിലേക്ക് പോലും തിരിക്കാതെ നിങ്ങളുടെ വീട് ലക്ഷ്യമാക്കി ഞാൻ പുറപ്പെട്ടത്. അപ്പൊ അദ്ദേഹം തന്റെ വലിയ ഒരു കഥ വിവരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അന്നഹു കാന യർജുൽ ഹജ്ജ ഫഖ്തസബ 300 ദിർഹം മിൻ ഖസ്റിൻ അലി വഖസദ ഹജ്ജ ഹാദൽ ആം. ഞാൻ വർഷങ്ങളായി ചെരുപ്പ് കുത്തിയായി എന്റെ കുലത്തൊഴിൽ അതാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി എനിക്ക് ഹജ്ജിന് പോകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. എന്നാലും ഓരോ ദിവസവും എന്റെ കയ്യിൽ ബാക്കി വരുന്ന ചെറിയ ചെറിയ നാണയത്തൊട്ടുകൾ അതൊക്കെ സ്വരുക്കൂട്ടി വെക്കും, സ്വരൂപിച്ചു വെക്കും. അങ്ങനെ ആ നാണയത്തൊട്ടുകൾ ഈ വർഷം ഹജ്ജിന് പോകാൻ 300 ദിർഹമാണ് ആവശ്യമായി ഉണ്ടായിരുന്നത്. അതെന്റെ കയ്യിൽ വന്നു. വളരെ സന്തോഷത്തിലായിരുന്നു. ഹജ്ജിന് പുറപ്പെടണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഹജ്ജിന് പോകുന്നതിന്റെയൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ ഭാര്യ ഗർഭിണിയായി. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് ഞാൻ കയറി വരുമ്പോ എന്റെ ഭാര്യ എന്നോട് പറയാണ്, ഭർത്താവായ എന്നോട് പറയാണ്, നിങ്ങൾ നമ്മുടെ അയൽപക്കത്തുള്ള വീട്ടിൽ നിന്ന് നല്ല മാംസത്തിന്റെ ഗന്ധം വരുന്നുണ്ട്. എനിക്കൊരല്പം മാംസം ആവശ്യമുണ്ട്, രാത്രിയാണ്. അദ്ദേഹം പറഞ്ഞു, മറ്റെവിടെ നിന്ന് നമുക്ക് മാംസം വാങ്ങാൻ ഇപ്പോൾ കഴിയില്ലല്ലോ, എന്തു ചെയ്യും? ആ പെണ്ണെന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ പറഞ്ഞു, എന്നാ നിങ്ങൾ ഏത് വീട്ടിൽ നിന്നാണോ മാംസത്തിന്റെ ഗന്ധം വരുന്നത് ആ വീട്ടിലൊന്ന് ചെന്ന് ഒരല്പം മാംസം തരാൻ ആവശ്യപ്പെടണം. അയൽവാസിയായ ആ പെണ്ണിനെ ഞാൻ സമീപിച്ചു. വീടിന്റെ കതക് മുട്ടി, വാതിൽ തുറന്നു. ഞാൻ എന്റെ ആവശ്യം അവരോട് ഉന്നയിച്ചപ്പോൾ ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഹലാലുൻ ലനാ വ ഹറാമുൻ അലൈക്കും, ഇത് ഭക്ഷിക്കൽ ഞങ്ങൾക്ക് ഹലാലാണ്, പക്ഷെ നിങ്ങൾക്ക് ഹറാമാണ്.
എന്തേ കാരണം തിരക്കി? അപ്പോൾ പറഞ്ഞു, എന്റെ മക്കൾ യതീമുകളായ മക്കൾ, ഞാൻ വിധവയാണ്, എന്റെ യതീമുകളായ ഈ 3 മക്കളും 3 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. മരിക്കും എന്നായപ്പോ ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഒരു ചത്ത കഴുതയെയാണ് എനിക്ക് കിട്ടിയത്. ആ ചത്ത് കിടക്കുന്ന കഴുതയുടെ ഒരു മാംസം, ആ മാംസം ഞാൻ എടുത്തു കൊണ്ടുവന്നവരുടെ ജീവൻ നിലനിർത്താൻ വേവിക്കുകയായിരുന്നു. അതിന്റെ ഗന്ധമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അത് കഴിക്കൽ എന്റെ മക്കൾക്ക് അത് അനുവദനീയമാണ്, കാരണം അവരുടെ ജീവൻ നിലനിർത്താനാണ്. പക്ഷെ ഹറാമൻ അലൈക്കും, നിങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്കത് ഹറാമാണ് എന്ന് ഉമ്മാമ പറഞ്ഞപ്പോൾ മഹാനായ ആ മുവഫഖ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹം പറയാണ്, അദ്ദേഹം തന്റെ വീട്ടിലേക്ക് ഓടി. താൻ ഈ വർഷം ഹജ്ജിന് വേണ്ടി വർഷങ്ങളായി ചിരകാലാഭിലാഷമായി ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ ഒരുക്കി വെച്ചിരുന്ന ആ 300 ദിർഹമിന്റെ പണക്കിഴിയും എടുത്തു. ഈ ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ യതീം മക്കളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ചെലവഴിക്കും, നിങ്ങളെടുത്തോ, ഇതിപ്പോ നിങ്ങൾക്ക് തരലാണ് ഏറ്റവും വലിയ ആവശ്യമുള്ളത്, എന്റെ ഹജ്ജല്ല ആവശ്യം എന്ന് പറഞ്ഞ് ആ ഉമ്മയുടെ കയ്യിൽ 300 ദിർഹം കൊടുത്തു. ഇതാണ് അദ്ദേഹത്തിന് ഹജ്ജിന് പോവാതെ ഹജ്ജിന്റെ കൂലി ലഭിക്കാനുള്ള കാരണം എന്ന് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യം തീർത്തു കൊടുക്കുക, അതറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ അമലായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.